പാർട്ടി പാലക്കാട് മുന്നേറ്റം തുടരുന്നു. 5ാം റൗണ്ടിലാണ് BJPയുടെ മുന്നേറ്റം. ദേശീയ തലം നോക്കണം. മഹാരാഷ്ട്രയിൽ 218 സീറ്റുകളിൽ NDA മുന്നേറ്റം. അതോടൊപ്പം തന്നെ തൊട്ട് പിറകിൽ മഹാവികാസ് അഘാടി വളരെ പിന്നിലാണെന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്നും കാണാൻ കഴിയുന്നത്. 57 സീറ്റുകളാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക്, മഹാവികാസ് അഘാടിക്ക് അവിടെ ലഭിക്കുന്നതെന്നാണ് എടുത്തു പറയുന്നത്. അതേസമയം ജാർഖണ്ഡിൽ NDA 30 സീറ്റുകളിലും ഇന്ത്യ മുന്നണി 48 സീറ്റുകളിലും മുന്നേറ്റം തുടരുന്നു. ജയമം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു നേട്ടം അവിടെ കാണുന്നില്ല എന്നതാണ്, അവരുടെ ഒരു സ്വാധീനം അവർക്ക് അവിടെ തെളിയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തിന്റെ സമയത്തും ജാർഖണ്ഡിൽ ഒരു തൂക്കുമന്ത്രിസഭ ഈ ഫലസൂചനകളെല്ലാം തന്നെ നിർണായകമാവുക. രാജ്മഹൽ, സാന്താൾ പോലുള്ള മേഖലകളിലെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ജാർഖണ്ഡിലെ നിർണായകമാകാൻ പോകുന്ന ഒരു. ഹേമന്ത് സോറനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞ് വരുന്നു, വീണ്ടും മന്ത്രിയാകുന്നു. അതോടൊപ്പം തന്നെ ചിലർ പാർട്ടി വിട്ട് പോകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഭരണം തുടരേണ്ടത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പാർട്ടിയെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കുക എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. ജയമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും വരുന്നത്, ഏറ്റവും നിർണായകമായി വരുന്നതെന്നാണ് അവിടെ നിന്ന് ജാർഖണ്ഡിൽ നിന്ന് പറയാനുള്ളത്. എന്തായാലും 1,20,000-ലേക്ക് വരുന്നു പ്രിയങ്ക ഗാന്ധി എന്നതാണ് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. വലിയൊരു രീതിയിലേക്ക് ഭൂരിപക്ഷം ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. 1,20,000 കടക്കുന്നു എന്ന രീതിയിലേക്ക് 1,20,008 എന്ന